ED അസിസ്റ്റന്റ് ഡയറക്ടർ പ്രതിയായ കേസ് ഒതുക്കാൻ ഇടനിലക്കാരനും പരാതിക്കാരനും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്തു വന്നിരിക്കുകയാണ്. ഇടനിലക്കാരൻ വിൽസൺ വർഗീസ് പരാതിക്കാരൻ അനീഷ് ബാബുവിനെ മീറ്റിംഗിന് വിളിക്കുന്നതാണ് ഈ ഫോൺ സംഭാഷണം. എന്താണ് പറഞ്ഞത് എന്ന് കേൾക്കാം. സാറേ, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. നമ്മൾ ഇതിൻ്റെ അകത്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ സാറേ വരുന്നത്. ഞാൻ അഡ്വക്കേറ്റിനോട് പോലും കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടില്ല. ആരോടും ഷെയർ ചെയ്യേണ്ടി വന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. ഇതൊരു പേഴ്സണൽ മീറ്റിംഗ്, ഒരു 10 മിനിറ്റ്സ്. നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് തീരുമാനം എടുക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അല്ലേ, നമ്മളെ ഇവിടെ വല്ല എന്തെങ്കിലും വല്ല വന്ന് പിന്നെ നോട്ടീസ് വല്ലതും തന്ന് ഇങ്ങനെ വല്ലതും തരാനാണോ? എനിക്ക് നമുക്ക് അറിയത്തില്ല ഇതിനെപ്പറ്റി വലിയ കാര്യങ്ങളൊന്നുമേ. ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഓക്കെ, നിങ്ങളെ ട്രാപ്പിലാക്കിയ പ്രശ്നങ്ങളൊന്നുമല്ല. പക്ഷെ നിങ്ങൾ ഇന്നലെ ഞാൻ നിങ്ങളെ ആദ്യമേ വിളിച്ചപ്പോ നിങ്ങളുടെ വൈഫാണോ സിസ്റ്റർ ആരാണ് ഇന്നലെ? വൈഫ് അല്ല, അവരെല്ലാം പാനിക് ആയി പോയെന്നെ. ഇപ്പൊ ഈ കുറെ സ്കാം ഒക്കെ നടക്കുന്നില്ലേ? അതൊക്കെ ഇന്നലെ തന്നെ അങ്ങനെയൊക്കെ വോയിസ് റെക്കോർഡൊക്കെ ഇടുന്നത്. ഞാനൊരു കാര്യത്തോണ്ട് നിങ്ങളെ വിളിക്കുന്നു, നിങ്ങൾ ഒന്നും അറിയാതെ അങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യണൊക്കെ വളരെ മോശമുണ്ട്. അത് അല്ല, അത് നമ്മൾ വിചാരിച്ച് സ്കാം ആണെന്ന്. വാട്സപ്പിൽ വിളിച്ചപ്പോ നമ്മൾ വിചാരിച്ച എന്തോ സ്കാം എങ്ങാണ്ടാണ്. ഞാൻ നിങ്ങൾ വാട്സപ്പിൽ വിളിച്ചത്, നിങ്ങൾ ഇങ്ങോട്ടല്ലേ വാട്സപ്പിൽ വിളിച്ചത്? ഞാൻ നിങ്ങളുടെ നോർമൽ കോളിൽ വിളിച്ചു. അല്ല, എന്നെ വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞത് വാട്സപ്പിൽ വിളിച്ചെന്നാ പറഞ്ഞത്. അല്ല, നോർമൽ കോൾ ഞാൻ ചെയ്തത്, ഞാൻ വാട്സപ്പല്ല ചെയ്തത്. ആണല്ലേ? അപ്പോൾ നിങ്ങളുടെ ഫാദർ ഒരു ബാബു എന്നാണോ? എന്താ? അതെ, ബാബുനാണ്. അപ്പോഴത്തേക്കും വിളിച്ച് കിട്ടിയത് വൈഫാണോ? അത് അമ്മയാണോ? അമ്മയാണ് അന്നേരം ഫോൺ എടുത്തത്. പിന്നെയാണ് നമുക്ക് നമ്പർ ഷെയർ ചെയ്തത്. പിന്നെ തിരിച്ചു വിളിക്കുന്നത് നിങ്ങളാണ് ഇന്ന് വാട്സപ്പിൽ വിളിക്കുന്നത്. എന്തായാലും നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഇഷ്യൂസ് ഒന്നുമില്ല. നമ്മൾ രണ്ടും മാത്രമേ പാടുള്ളൂ. ഫോൺ റെക്കോർഡിങ് അങ്ങനത്തെ സംഭവങ്ങൾ പുള്ളിക്കാരത്ത് മീഡിയ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കും. അല്ല, അവള് മീഡിയയിലാ വർക്ക് ചെയ്യുന്നതേ. അപ്പൊ അവർക്ക് അത് ഇങ്ങനെ ഒരു സ്കാമിന്റെ ഇങ്ങനെ ഉണ്ടായിട്ട് ഇങ്ങനെ ഒരു കോള് വരാൻ വഴിയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവര് നോട്ടീസ് അയച്ചാലേ നമ്മളെ വിളിക്കൂ. അപ്പൊ ഇങ്ങനെ ഒരു കോള് വന്നപ്പോ നമുക്ക് പെട്ടെന്ന് സംശയമായി. അല്ല, ഞാൻ ചെന്നു. ഞാൻ അവസാനം ഞാൻ ചെന്നു. അത് ചെന്നപ്പോൾ ഇവര് ഭയങ്കര ഇറങ്ങി പോരുന്ന സാറേ. എന്നെ അതുപോലെ എന്നെ അവിടെ ടോപ്പിന്റെ റൂമിൽ ഇരുത്തി എന്നെ അടിച്ചില്ലെന്നേ ഉള്ളൂ. അതുപോലെ എന്നെ ഹറാസ് ചെയ്തു. എന്നെ ഇപ്പം അറസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. ഞാൻ പേടിച്ചു പോയി, പാനിക്കായി പോയി. അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന്. കാരണം എന്റെ വെളിയിലത്തെ കമ്പനിയുടെ ഡോക്യുമെന്റും കാര്യങ്ങളും ചോദിച്ചാൽ എന്റെ ഇല്ല. ഞാൻ എങ്ങനെ കൊടുക്കുമത്? ആരുമില്ല, ഞാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഫോൺ റെക്കോർഡ്, വോയിസ് റെക്കോർഡ്, വീഡിയോ റെക്കോർഡ് ഒന്നും ചെയ്യരുത്. അയ്യോ, ഇല്ല സാർ. ഇത് നിങ്ങളുടെ ആവശ്യത്തിന് ഇതൊരു മീറ്റിംഗ് കേട്ടോ. മനസ്സിലായി. ഓ, ശരി സാർ. കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടോ? അല്ല, എന്നോട് വേറെ ഒന്നും പറഞ്ഞില്ല. എന്തായാലും ഞാനിപ്പോ ഇവിടുന്ന് 10:50 നേരം അവിടെ കാണാം. ശരി സാർ. ബിനിൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബിനിൽ, അതായത് ഈ ഒരു വാട്സാപ്പ് കോൾ ആണ് എന്നുള്ളത് കൊണ്ട് ഇതൊരു സ്കാം ആണോ എന്നൊരു സംശയം ചോദിക്കുന്നുണ്ട് അനീഷ്. ഇതിപ്പോ ഈ ഡൽഹിയിലും മുംബൈയിലും ഒക്കെ ഇരുന്ന് ഇത്തരത്തിൽ സ്കാം നടത്തുന്നവരും ഇവരും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളതാണ് നമ്മൾ പൊതുജനങ്ങളുടെ ഒരു ആശങ്ക. മാധു, ഈ കേട്ടുവരുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ ഏതാണ്ട് സൈബർ തട്ടിപ്പുകാരേക്കാൾ വലിയ തട്ടിപ്പാണ് കൊച്ചിയിലെ ED ഓഫീസുമായി ബന്ധപ്പെട്ട നടന്നിരുന്നത് എന്നത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നാട്ടിലെ കള്ളപ്പണ ഇടപാടുകളും അത്തരത്തിൽ ഉള്ള അനധികൃത ഇടപാടുകളും ഒക്കെ തന്നെ പിടിക്കേണ്ട ഏജൻസിയാണ് ED. ആ ED ആണ് ഇവിടെ ആ പ്രതിക്കൂട്ടിലേക്ക് വരുന്നത്. അതിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് ഈ കേസിലെ 1-ാം പ്രതി. ഈ കേസ് ഒതുക്കുന്നതിന് വേണ്ടിയുള്ള ആദ്യ സംഭാഷണങ്ങൾ എങ്ങനെ എന്നതാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അതായത് ഈ പരാതിക്കാരനെ വിളിച്ചു വരുത്തി ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നു. അവിടെ വെച്ചാണ് ഇത് എങ്ങനെ സെറ്റിൽ ചെയ്യണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ. ഏത് രീതിയിലാണ് ഈ വിൽസൺ വർഗീസും ഗ്യാങ്ങും ഒക്കെ പ്രവർത്തിച്ചിരുന്നത് എന്നത് ആ ഫോൺ സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി ഓഫീസിനുള്ളിൽ നടന്നിരിക്കുന്ന കാര്യങ്ങൾ ഒരു പുറത്തുള്ള ഒരു ഇടനിലക്കാരൻ വിൽസൺ വർഗീസ് എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് വെറും 10-ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഈ നാട്ടിൽ ആദ്യഘട്ടത്തിൽ മരപ്പണിയൊക്കെ നടത്തി വന്ന ആളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നീട് ഈ ഭൂമിയൊക്കെ മണ്ണിട്ട് നികത്തി കൊടുക്കുന്ന കരാർ ജോലികളൊക്കെ ചെയ്യുന്നു. ആ രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് ഇപ്പോൾ ഈ രീതിയിലേക്ക് മാറിയത്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒതുക്കുന്ന രീതിയിലേക്കൊക്കെ വരുന്നത്. ഇപ്പോൾ ഈ വ്യക്തിക്ക് എങ്ങനെയാണ് EDക്ക് അകത്ത് കിടക്കുന്ന കാര്യങ്ങൾ അറിയാൻ കഴിയുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം.
ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന കഥയാണ്. തീക്കട്ടയിൽ ഉറുമ്പരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ രീതിയിൽ ആണ് കാര്യങ്ങൾ പോകുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട ഈ കേസിൽ ശാസ്ത്രീയ തെളിവുകൾ കൂടുതലായി ശേഖരിക്കാനാണ് വിജിലൻസ് ശ്രമിക്കുന്നത്. ഇതിൽ 3 പ്രതികൾ ഇപ്പോൾ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മൊബൈൽ ഫോണുകൾ, അതോടൊപ്പം തന്നെ ലാപ്ടോപ്പുകൾ, അതൊക്കെ തന്നെ പിടിച്ചെടുത്ത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. അത് വേഗത്തിൽ തന്നെ അതിന്റെ റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടിയുള്ള ശ്രമം